ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജയാസ് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് കുറേ പേര് ചോദിച്ചായിരുന്നു ഈ ഗ്രീൻ പീസ്, ഫ്രോസൺ ഗ്രീൻ പീസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഗ്രീൻ പീസ് ഇങ്ങനെയുള്ള ഇതാണ് ഇതിൻ്റെ ഗ്രീൻ പീസ്. അതിൻ്റെ തൊണ്ടോട് കൂടിയിട്ടുള്ള ഗ്രീൻ പീസ് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇത് കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. അറിയുന്നവരുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഇതെങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ഇത് തൊണ്ട് പൊളിച്ചിട്ട് ഇതുപോലെ നമ്മൾ പൊളിക്കും. എന്നിട്ട് ഇത് നമ്മൾ ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ എടുക്കുന്നതാണ്. ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ വലിയ വലിയ പച്ച കളറുള്ള പുഴുവൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് മാറ്റണം. അപ്പോൾ നല്ല ഫ്രഷായത് കേടൊന്നും ഇല്ലാത്ത വെച്ചാൽ അങ്ങനെ പുഴുവൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ മാത്രം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ വാങ്ങിക്കുക. ഇതിപ്പോൾ ഇവിടെ കിലോ 20, ചിലപ്പോൾ 20 അല്ലെങ്കിൽ 25 രൂപയ്ക്ക് കിട്ടും. ഇതിപ്പോൾ ഞാനൊരു 400 ഗ്രാം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു എമൗണ്ടാണ് ഞാൻ കാണിക്കുന്നുള്ളൂ. ഒരു 400 ഗ്രാം തൊണ്ട് പൊളിച്ചപ്പോൾ ഒരു ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തൊണ്ടിൻ്റെ വെയിറ്റൊക്കെ പോയിട്ട് ബാക്കി ഇത്ര ഉണ്ടായിരിക്കും. ഇനി നമുക്കിത് എങ്ങനെയാണ് ഫ്രോസൺ ഗ്രീൻ പീസ് എങ്ങനെയാണിത് ഉണ്ടാക്കുകയെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വെള്ളം ഞാൻ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഗ്രീൻ പീസ് മുങ്ങി കിടക്കത്തക്ക വിധത്തിലുള്ള വെള്ളം, അല്ലാതെ വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമ്മൾ എത്ര ഗ്രീൻ പീസ് എടുക്കണമെന്ന് വെച്ചാൽ അത് മുങ്ങി കിടക്കണം, അത്ര അളവിന് കുറച്ച് വെള്ളം തിളയ്ക്കാൻ വയ്ക്കുക. അപ്പോൾ തിള വന്നു തുടങ്ങി. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണ് പഞ്ചസാര ചേർക്കുക. ഇനി പഞ്ചസാര എന്തിനാണ് ചേർക്കുന്നത് ഞാൻ പറയാം. ഒന്നാമത്തെ, ഗ്രീൻ പീസിൻ്റെ കളറ് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഒന്ന് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഗ്രീൻ കളറ് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടും, പിന്നെ ഗ്രീൻ പീസിന് ചെറിയൊരു ഒരു ടേസ്റ്റ് വരും. കാര്യമായിട്ട് വരില്ല, ഒരു നല്ല നമുക്ക് സ്വാദുള്ളൊരു മധുരം വരും. അതിന് വേണ്ടിയിട്ടാണ് ഈ 1/2 ടീസ്പൂണ് പഞ്ചസാര ചേർക്കുന്നത്. ഇനി ഞാനിപ്പോൾ തിള വന്നു. ഈ ഗ്രീൻ പീസ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തു. ഇനി ഇപ്പോൾ ഫുൾ ഫ്ലെയിമിലാണ് ഇത് ഇരിക്കുന്നത്. ഇങ്ങനെ ഫുൾ ഫ്ലെയിമിൽ ഇത് 2 മിനിറ്റ് വെക്കണം. 2 മിനിറ്റ് തിളയ്ക്കണം. അതിൽ കൂടുതൽ തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ 2 മിനിറ്റ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിലും കൂടുതലാവാൻ പാടില്ല. ഇനി നമുക്കിതിൻ്റെ കുക്കിംഗ് പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് പെട്ടെന്ന് ചൂടുള്ള വെള്ളത്തിൽ നിന്ന് നമുക്കിത് മാറ്റണം, ഊറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ഊറ്റിയെടുത്തതിൻ്റെ ശേഷം ഞാൻ കാണിക്കാം. നമ്മുടെ ഗ്രീൻ പീസൊക്കെ ഞാനിത് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഗ്രീൻ കളറ് കുറച്ചും കൂടി നല്ല കളറ് ബ്രൈറ്റ് കളറാവുക ചെയ്തിരിക്കുന്നത്, ഒട്ടും പോയിട്ടില്ല. അതിനാണ് നമ്മളിപ്പോൾ കണ്ടില്ലേ പഞ്ചസാരയൊക്കെ ചേർത്തപ്പോൾ. അപ്പോൾ അത് കൂടുതലിട്ടിട്ട് വേവിക്കുന്നരുത് കേട്ടോ. അപ്പോൾ ഈ വേവ് ഇതിന് കറക്റ്റാണത്. ഗ്രീൻ പീസിന് അധികം വേവൊന്നുമില്ല. ഇനി നമുക്കിത് പെട്ടെന്ന് ഒട്ടും സമയം കളയാതെ ഈ കുക്കിംഗ് പ്രോസസ്സ് ഇപ്പോൾ ഇതിൽ വെച്ചാലും ഇതിന് ചെറിയൊരു കുക്കിംഗ് നടക്കുന്നുണ്ട്, കാരണം ഇത് ചൂടല്ലേ. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഐസ് വാട്ടർ, ഇത് വെള്ളത്തിൽ ഞാൻ കുറച്ച് ഐസ് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇതുണ്ടല്ലേ, ഐസാണിത്. ഇതിലേക്ക് നമ്മൾ മാറ്റാൻ പോവുകയാണ്. ഇനി ഇത് നന്നായിട്ട് തണുക്കണം. അപ്പം ഇതിൻ്റെ കുക്കിംഗ് പ്രോസസ്സ് ഇത് സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് നന്നായി തണുത്തതിൻ്റെ ശേഷം നമുക്കിത് ഈ വെള്ളം മാറ്റിയിട്ട് ഇത് ഊറ്റിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം. ഗ്രീൻ പീസൊക്കെ തണുത്തിരിക്കുന്നു, നന്നായി തണുത്തു. ഇനി നമുക്കിത് വെള്ളം ഊറ്റിക്കളയാം. വെള്ളമൊക്കെ കളഞ്ഞ് നമ്മുടെ ഗ്രീൻ പീസൊക്കെ റെഡിയായി. ചില സീസണിൽ ചില സമയത്ത് കിട്ടുന്ന ഗ്രീൻ പീസ് ഇതിലും ഗ്രീൻ ആവും. ചില സമയത്ത് കിട്ടുന്നത് കുറച്ചിപ്പോൾ ഇവിടെ മഴയൊക്കെ പെയ്ത കാരണം ഇപ്പോൾ ചെറിയൊരു വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്ര പെട്ടെന്ന് നമുക്ക് ഫ്രോസൺ ഗ്രീൻ പീസ് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ ഫ്രോസൺ ഗ്രീൻ പീസ് നമ്മൾ പാക്കറ്റ് വാങ്ങുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട് വിലയ്ക്ക്. ട്രിപ്പിളൊക്കെയാണ് ചിലപ്പോൾ വില വരിക. അപ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക വെച്ചാൽ കുറേ പൈസ നമുക്ക് ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എപ്പോഴൊന്നും ഗ്രീൻ പീസിൻ്റെ കറിയൊന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ എനിക്ക് ഇങ്ങനെ 2-3 കിലോ ഒന്നിച്ച് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ കുറേ കാലം നിൽക്കും. അത് പിറ്റത്തെ വർഷം വരെ ചിലപ്പോൾ ഇങ്ങനെ ഫ്രീസറിൽ ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. നമുക്കിതെങ്ങനെ സ്റ്റോർ ചെയ്യാമെന്ന് കാണിക്കാം. ഇത് സ്റ്റോർ ചെയ്യേണ്ടത് നമ്മൾ സിപ്പ് ലോക്ക് കവറ് ചെറിയ കവറിലാക്കിയിട്ട് കുറച്ചായിട്ട് സ്റ്റോർ ചെയ്യാൻ നല്ലത്. എന്നാൽ നമ്മൾ ഒന്നിച്ച് വലിയ കവറിലാക്കി എടുക്കുന്നതിനേക്കാൾ നല്ലത്
ചെറിയ ചെറിയ കവറുകൾ എടുക്കുമ്പോൾ ബാക്കിയുള്ളത് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും, പെട്ടെന്ന് അല്ലെങ്കിൽ കുറച്ച് പഴതാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറിയ ചെറിയ കവറുകളിലാക്കി വെക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് എടുത്താൽ മതി. മറ്റത് വലിയ കവറിലാക്കുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ അതിൽ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ പുതുമ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ എൻ്റെ കയ്യിലിപ്പോൾ പഴയൊരു സിപ്ലോ കവർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതുപോലത്തെ സിപ്ലോ കവറിൽ വെച്ചാൽ മതി. ഇത് പഴയതായിരിക്കണം, ഇതിനി യൂസ് ചെയ്യാൻ പറ്റില്ല, അത് കാരണം ഞാൻ ഇപ്പോൾ ഇതിൽ വെക്കുന്നില്ല. അപ്പോൾ ഇതുപോലത്തെ കവർ വാങ്ങിച്ചിട്ട്, ഇതിപ്പോൾ വലിയ കവറാണ്, നിങ്ങൾ ചെറിയ കവർ വാങ്ങിച്ചിട്ട് അതിൽ സ്റ്റോർ ചെയ്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇതേപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഡബ്ബയിലാണ് ഇടുന്നത്. ഇനി ഇതിപ്പോൾ ചിലപ്പോൾ ഗ്രീൻ പീസ് ഫ്രീസറിൽ വെക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി, കോക്കനട്ട് ഓയിൽ ഒഴിക്കരുത്. പിന്നെ ഫ്രീസറിൽ വെച്ച തണുത്ത് കട്ടയാവാത്ത ഏത് ഓയിലും, ഏത് കുക്കിംഗ് ഓയിലും, റിഫൈൻഡ് ഓയിൽ ഒരു സ്പൂൺ ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്താൽ പിന്നെ ഒന്നിനോട് ഒട്ടിപ്പോവില്ല. അങ്ങനെ ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാൻ കുറച്ച് എമൗണ്ട് 1-2 ദിവസത്തിൻ്റെ ഉള്ളിൽ തീർക്കും, അത് കാരണം ഞാൻ ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി വെക്കുന്നവർ. അപ്പോൾ ഇത് വളരെ എളുപ്പമായിട്ടുള്ള നല്ലൊരു മാർഗ്ഗമാണ്. അപ്പോൾ നിങ്ങൾ ചോദിച്ചത് ഇതാ വീഡിയോ. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഓക്കെ, ഇനിയിത് ഫ്രീസറിൽ അങ്ങനെ വയ്ക്കാം. താങ്ക് യു.